ബാലു ബാലു നിങ്ങൾ എവിടെ പോയി കിടക്കുവാ? മനുഷ്യന് ജോലിക്ക് പോകാനുള്ള സമയം വൈകി. ഇവിടെ ആരും ഇല്ലേ? ഇത് നീലിമ. വാക്കിലും പ്രവൃത്തിയിലും 5 മക്കളുടെ അമ്മയാണെന്നുള്ള യാതൊരു അഹങ്കാരവും ഇവർക്കില്ല. ഇവിടെ ആരും ഇല്ലേ? ഇവിടെ എല്ലാത്തിനും ചത്തുപോയാ? എടി ലച്ചു, 5 എണ്ണങ്ങളുണ്ട്, ഒരു ഗുണവും ഇല്ല. മനുഷ്യനൊരു ആവശ്യം വന്ന ഒറ്റോണത്തിനെ വിളിച്ച ചെവിയേക്കില്ല. എന്താണെന്നാ വിളിച്ചു പോണത്? നീയൊക്കെ എവിടെ പോയി കിടക്കണേടി? ചെവി കേൾക്കത്തില്ലേ? മനുഷ്യനൊരു കാര്യത്തിന് വെച്ച ചെവി കേൾക്കത്തില്ലേ? എനിക്ക് ജോലിക്ക് പോകാനുള്ള സമയം വൈകി. ദേ, നീ ആ പാർക്കുട്ടീനൊന്ന് എണീപ്പിച്ച് പ്ലേ സ്കൂളിൽ വിടാൻ റെഡിയാക്കി. ഓ, ഇതിനാണോ വിളിച്ചു പോയത്? ശരിയമ്മ. ഇത് ലച്ചു, ഇവിടത്തെ ഏറ്റവും മൂത്ത കുട്ടിയാണെന്നുള്ള ഒരു അഹങ്കാരം ഇവക്കും ഇല്ല. അമ്മ പൊയ്ക്കോ, അമ്മ ഇവിടെ എന്ത് നോക്കിക്കുവാ? അമ്മ പൊയ്ക്കോ, അമ്മയുടെ സമയം വൈകണ്ട. ഞാൻ അവളെ ഒരുക്കി വിട്ടോളാം. കേശു, ശിവ, പാർക്കുട്ടി എണീക്ക്, നിങ്ങക്കൊക്കെ സ്കൂളിൽ പോവണ്ടേ? ഒന്ന് പോ ചേച്ചി, ഇന്ന് പോയില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ശിവ, നീ വെറുതെ എന്റെ കയ്യിൽ നിന്ന് മേടിക്കരുത്. എനിക്ക് ഇവളാണ് ശിവ. ഞാൻ മാത്രമല്ലേ എണീറ്റുള്ളൂ. എടാ കേശു, എണീറ്റേടാ. നിന്നെ സ്പെഷ്യൽ ആയിട്ട് വിളിക്കണോ? എടാ പോട്ടാ, നിന്നോടാ പറഞ്ഞ എണീക്കാൻ. എണീക്കടാ. ഈ ചേച്ചിനെ കൊണ്ട് വല്ലാത്ത ശല്യാണല്ലോ ദൈവമേ. രാവിലെ തന്നെ കെട്ടിയിരുന്നാല് വന്നോളൂ. ഞാനല്ല, അമ്മേ പറഞ്ഞ നിങ്ങളെയൊക്കെ വിളിച്ചെണീപ്പിക്കാൻ. അയ്യോ, എന്താ അമ്മയുടെ പറഞ്ഞത്? ഞാൻ ഇപ്പൊ എണീക്കാം. ദൈവമേ, എണീറ്റ് ഇരുന്നിട്ട് എന്റെ കണ്ണ് പറയാനല്ലല്ലോ ദൈവമേ. കണ്ണ് തുറക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നീ ഒന്നും ചെയ്യണ്ട, ഞാനിപ്പോ അമ്മേനെ വിളിക്കാം. ബാക്കി അമ്മ ചെയ്തോളൂ. അയ്യോ ഇല്ല, വേണ്ട വേണ്ട വേണ്ട, അമ്മേനെ വിളിക്കല്ലേ ചേച്ചി, ഞാൻ തുറന്നോളാം. ഇവനാണ് കേശു. രണ്ടുപേരും എണീറ്റ് പോയി കുളിച്ചിട്ട് വന്നേ. പാർക്കുട്ടി, പാർക്കുട്ടി എണീറ്റടി. നീ അമ്മയുടെ എനിക്ക് തല്ല് മേടിച്ചു തരോ? എണീറ്റ് വാവേ. ഓ ചേച്ചി, ഞാൻ ഉറങ്ങട്ടെ. പാർക്കുട്ടി എണീക്ക്, നീ അമ്മയുടെ എനിക്ക് തല്ല് മേടിച്ചു തരും. ഓ ചേച്ചി, വാ ഇവിടെ, ചേച്ചി എടുക്കാം. പാർക്കുട്ടി എണീക്ക് വാ, നമുക്ക് പ്ലേ സ്കൂളിൽ പോകണ്ടേ? വാവേനെ റെഡിയാക്കിയിട്ട് വേണ്ടേ ചേച്ചിക്ക് റെഡിയായി ചേച്ചിക്ക് പ്ലേ സ്കൂളിൽ പോവാൻ? ഈ പീക്കിരി കുസൃതിയാണ് നമ്മുടെ വീട്ടിലെ താരം പാർക്കുട്ടി. വാ, നമുക്ക് പോയി കുളിച്ച് റെഡിയാവും കേട്ടോ. ബാലു, 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 ബാലുവിന് വിളിച്ച ചെവി കേൾക്കത്തില്ലേ? എന്താടി, ഞാനിവിടെ ഒരു പണി ചെയ്യണം, നിനക്ക് കണ്ടൂടെ? അതെ, എനിക്കൊരു കാര്യം ചോദിക്കാണ്ടായിരുന്നേ. എന്റെ കയ്യിന്നേ പൈസ മേടിച്ചോണ്ടോട്ടെ, കാറ വിടെ. കാറാ? കാറ് അത് ഞാൻ തപ്പിക്കൊണ്ടിരിക്കണേണ്. തപ്പിക്കൊണ്ടിരിക്കാൻ എന്താ? കാർ കളഞ്ഞു പോയാ? അതല്ല നീലു, നമ്മള് ശരിക്കും കാറ് സെക്കൻഡ് ഹാൻഡ് വണ്ടിയല്ലേ എടുക്കണത്. അപ്പൊ നമ്മ എടുക്കുമ്പത്തേന് നോക്കി കണ്ടൊക്കെ എടുക്കണമല്ല, നല്ല കാർ എടുക്കണമല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ നല്ല വണ്ടി എവിടെ കിട്ടുന്നു തപ്പിക്കൊണ്ടിരിക്കണേണ്. സത്യമാണോ മനുഷ്യ നിങ്ങൾ ഈ പറയണത്? സത്യമായിട്ടും കാർ കിട്ടുവോ? അല്ലെങ്കിൽ എന്താ പൈസ വെള്ളത്തിലായ? ഇല്ല നീലു, കാറൊക്കെ വരും നീലു. ഞാൻ തപ്പിക്കൊണ്ടിരിക്കണേന്ന് പറഞ്ഞില്ലേ, നല്ല വണ്ടി വരട്ടെ, അപ്പൊ നമുക്ക് എടുക്കാം. ഓ, എടുക്കണമെങ്കിൽ മനുഷ്യ നിങ്ങൾ എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് എടുക്കാൻ നോക്ക്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഈ ഓട്ടോക്കാശ് കൊടുത്തു തന്നെ മനുഷ്യൻ മുടിങ്ങി. എനിക്കാണെങ്കിൽ ഇന്ന് സമയവും വൈകി. ഞാൻ ഇന്ന് എങ്ങനെ പോകും എന്ന് വിചാരിക്കണേ. ഇതാണ് ബാലു, നമ്മുടെ ഇവിടത്തെ താരം. എടി, നീ ആ മുടിയനെ വിളിച്ച അവന്റെ കൂടെ വല്ലതും പോവോ? അവനവിടെ ചൊറിയും പണിയും ഇല്ലാണ്ട് വെറുതെ കുത്തിരിക്കണല്ലേ, അവിടെ ഡാൻസും കളിച്ചോണ്ട്. അത് ശരിയാ, അവനോടൊന്ന് കൊണ്ടാക്കി തരുമെന്ന് ചോദിച്ചു നോക്കാം. എടാ, ഈ സ്റ്റെപ്പ് എങ്ങനെ ഉണ്ടടാ? എന്തോന്നാ അമ്മേനെ വിളിച്ച മുടിയാന്നാ? എല്ലടാ വിഷ്ണുമോനെ, അമ്മേനെ ഒന്ന് അമ്മയുടെ ജോലി സ്ഥലത്തൊന്ന് കൊണ്ടുവിടോ? അമ്മ ഇപ്പൊ തന്നെ വൈകി. അമ്മയുടെ ചക്കട അല്ലേടാ. ജോലി സ്ഥലത്താ? ഞാനാ ജോലി സ്ഥലത്ത് കൊണ്ടുവിടാനാ? അമ്മ, ഞാൻ ഇപ്പൊ ഇവിടെ ഡാൻസ് പ്രാക്ടീസിങ് തുടങ്ങിയുള്ളൂ. ഇപ്പൊ അമ്മേനെ കൊണ്ട് ഞാൻ എങ്ങനെ പോവാനാ? എടാ മോനെ, നീ തുടങ്ങിയതല്ലേടാ ഉള്ളൂ. അമ്മേനെ ഒന്ന് കൊണ്ടുവിട്ടിട്ട് നീ കളിച്ചോ? ഒന്ന് പോയി അമ്മേ, മനുഷ്യനോടെ ഡാൻസ് കളിക്കാനുള്ളതാ, പരിപാടി ഉള്ളതാ മറ്റന്നാ. ഒന്ന് പൊയ്ക്കേ ഒന്ന്. ട്രാൻസ്പോർട്ട് ബസ് ഉള്ളപ്പോഴേ ബൈക്കും കാറും ഒക്കെ ഉപയോഗിക്കണേല് ഞാൻ എതിരാണ്. നീയേ ഇനി ആ ബൈക്ക് എടുത്തോണ്ട് ഇവിടുന്ന് ഇറങ്ങണത് എനിക്കൊന്ന് കാണണം കേട്ടാ. ദൈവമേ, ഇവന്റെയൊക്കെ കാല് പിടിക്കാൻ പോയ സമയത്ത് ഞാനങ്ങ് നടന്നു പോയാ മതിയായിരുന്നു. ഏത് സമയത്താണോ ഇവന്റെയൊക്കെ കാല് പിടിച്ച് സമയം കളയാൻ തോന്നിയത്? ഇനി ഓട്ടോറിക്ഷ വല്ലതും കിട്ടുവോ ആവോ?
ആ അങ്ങനെ വല്ല നല്ല കാര്യം പോയി ചെയ്യമ്മ. ഇപ്പൊ നിങ്ങൾ എല്ലാരും ഈ വീട്ടില് പരിചയപ്പെട്ടില്ലേ? അപ്പൊ ഇനി വരും ദിവസങ്ങളില് നമ്മുടെ കൂടെ ഇവിടെ എല്ലാരും ഉണ്ടാവും. കേട്ടല്ല? എല്ലാരും കട്ടയ്ക്ക് കൂടെ നിന്നോളണം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നാളെ തൊട്ട് വൈകുന്നേരം 5 മണിക്ക് നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ ബൈ. ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ശിവ, കേശു, നിങ്ങളൊക്കെ ഇത് എവിടെ പോയി കിടക്കുക? എന്തുവാടി ഈ കിടന്ന് തൊള്ള ഉറക്കണ? മിണ്ടാണ്ടിരിക്കാൻ പാടില്ലേ നിനക്ക്? ഈ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്ന സമയത്ത് നിനക്ക് അവരെ പോയി അവിടെ പോയി നോക്കിക്കൂടെ? അതെ, അമ്മ എന്തിനാ അമ്മ എന്നോടത്ത് ദേഷ്യപ്പെടണത്? എന്റെ ബുക്ക് ഞാൻ ഇവിടെ വെച്ചിട്ട് എന്റെ ബുക്ക് കാണാനില്ല. പിന്നെ എന്ത് ബുക്കാ കാണാതെ പോയത്? അമ്മ, എന്റെ സ്കൂളിൽ കൊണ്ടുപോണ ബുക്ക് കാണാനില്ല. എനിക്ക് പിള്ളേരെ പഠിപ്പിക്കാനുള്ള നോട്ട്സ് ഒക്കെ എഴുതി വെച്ചേക്കണ ബുക്കാ ഇവിടെ വെച്ചേച്ചത് അമ്മ, കാണാനില്ല. നിന്റെ ബുക്ക് എവിടെ കൊണ്ടിട്ടേന്ന് നിനക്കൊരു ഓർമ്മയില്ലേ? നിനക്ക് ഓർമ്മയില്ലാണ്ട് മറ്റുള്ളവരെ വെറുതെ ചീത്ത പറഞ്ഞിട്ട് എന്താ കാര്യം? നിനക്ക് അറിയാൻ പാടില്ലേ ഇവിടെ കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളതാന്നുള്ള കാര്യം? നിന്റെ ബുക്ക് നീയല്ലേ സൂക്ഷിക്കേണ്ടത്? അമ്മ, ഇവിടെ എന്ത് ചെയ്താലും എനിക്കാണല്ലോ കുറ്റം. എന്ത് കഷ്ടമാണിത്. ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും പറ്റിയാൽ അതിന് ചീത്ത മൊത്തം ഞാൻ കേൾക്കണം. എന്റെ ബുക്ക് കാണാണ്ട് പോയിട്ട് അതിന് ഞാൻ ചീത്ത കേൾക്കണോ? അതുങ്ങൾ ആരെങ്കിലും എടുത്താന്ന് ചോദിക്കമ്മ, എന്നെ ചീത്ത പറയാതെ. ആ ശരി, നിക്ക്, ഞാൻ ചോദിച്ചു നോക്കട്ടെ. ശിവ, കേശു, ഇവിടെ വന്നേ. എന്താ വിളിച്ചേ? എടാ, നീ ഇവിടെ ബുക്ക് എടുത്താ? ബുക്കാ? എന്ത് ബുക്ക്? ഞാൻ എടുത്തൊന്നുമില്ല. ഈ വെച്ചേച്ചി എന്തിനാ കരയണേ? അമ്മയുടെ കയ്യിൽ നിന്ന് ചീത്ത കിട്ടിയോ? കേശു, നീ തന്നെ ബുക്ക് എടുത്തേന്ന് എനിക്ക് നല്ലോണം അറിയാം. അതാ നീ കിടന്ന് ചിരിക്കണത്, വൃത്തിയായിട്ടവൻ. അയ്യേ, ചേച്ചിയുടെ വൃത്തിയുടെ ബുക്ക് എടുത്തിട്ട് എനിക്കെന്തിനാ? വൃത്തിയായിട്ട ബുക്കോ? ദേ കേശു, എനിക്ക് ഒന്നാമതെ പ്രാന്ത് കയറിയിരിക്കാം. നീ എന്നെ മേടിക്കും. എടി ലച്ചു, നീ എന്റെ ഒന്ന് മേടിക്കേ. വെറുതെ ഇരുന്നോ? കൊച്ചിനെല്ലാം ചെയ്ത എന്നെ കിട്ടും. ഇത് തന്നെ ഞാൻ പറഞ്ഞത്. അമ്മയ്ക്ക് എന്നോട് മാത്രം ഒരു സ്നേഹമില്ല. ആരെന്ത് ചെയ്താലും എനിക്കിട്ട് ചീത്ത. ഞാൻ അവൻ കിടന്ന് എന്നോട് കുറെ കിടന്ന് പറഞ്ഞല്ല, അപ്പൊ അമ്മ ഒന്നും പറഞ്ഞില്ല. ഇപ്പൊ എന്റെ മെക്കിട്ട് കയറാൻ അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല. ഇവൻ തന്നെ എന്റെ ബുക്ക് എടുത്തത്. അതോ അവന്റെ കുരുട്ട് മോന്ത കണ്ടാലേ മനസ്സിലാവും. ബുക്കൊന്നും എടുത്തിട്ടില്ല അമ്മ, ചേച്ചിക്ക് ഭ്രാന്ത. ഇവൻ എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ കുരുത്തം കെട്ടവളായിരിക്കും എടുത്തത്. ശിവ, അവള് വിളിക്കമ്മേ, അവളോട് ചോദിക്കി. ശിവ, മോളെ ശിവാനി, ഇവിടെ വന്നേ. അമ്മ ചോദിക്കി. അമ്മ എന്തി ആലോചിക്കണം? ചോദിക്ക അവളോട്. ഇവളായിരിക്കും എടുത്തത് എന്റെ. കണ്ടമ്മേ, അവളെന്നെ ടീന്ന് വിളിച്ച്. കണ്ട അമ്മ, ഇതിനൊന്നും എന്താ ആരെയും ചീത്ത പറയാത്ത? എന്നെ ഇരുന്ന് ഏന്നേരം ചീത്ത പറയുമല്ലോ. ലച്ചേച്ചിനെ ആരാടി നീ ഡീന്ന് വിളിക്കാൻ? ലച്ചേച്ചിനെ ആരാടി നിന്നോട് ഡീന്ന് വിളിക്കാൻ പറഞ്ഞ? നീ എന്റെ ഒന്നങ്ങ് മേടിക്കും. ചോദിക്കമ്മ, ഇങ്ങോട്ട് ചോദിക്ക്. അവളായിരിക്കും എടുത്തിട്ടുണ്ടാണ്. അവളോടങ്ങ് ചോദിക്ക്. നീ ഇവിടെ ഇരുന്നേച്ചാ അവള് ബുക്കെങ്ങാനും എടുത്തായിരുന്നാ? അവളെ സ്കൂളിലേക്കുള്ള നോട്ട്സ് ഒക്കെ എഴുതി വെച്ചേക്കണ ബുക്കാ. അതാരെങ്കിലും നീ എടുത്തായിരുന്നോ? നീ കേശു അല്ലാതെ പിന്നെ ഇവിടെ ആരാ എന്റെ ബുക്ക് എടുത്തോണ്ട് പോവാൻ? വിടി, മതി, നിർത്ത്. നിന്റെ വാക്കും കേട്ട് വെറുതെ ഞാൻ എന്റെ പിള്ളേരെ ഉപദ്രവിച്ച്. നീ എവിടെ കൊണ്ടിട്ട്? ഒരു സാധനം സൂക്ഷിച്ചവരെ എടുത്തെടുത്ത് വെക്കില്ല. ആവശ്യമുള്ള സാധനമാണെന്ന് നിനക്ക് അറിയാൻ പാടില്ലേ? നിനക്കിത് ആവശ്യമുള്ള സാധനം അറിയാൻ പാടില്ലേ? പിന്നെ നീ കണ്ടെടുത്തൊക്കെ വലിച്ചെറിയണ എന്തിനാ? അവള് സൂക്ഷിച്ച് വെക്കത്തുമില്ല, എന്നിട്ട് വെറുതെ പിള്ളേരെ മെക്കിട്ട് കയറണേ. പാവം എന്റെ പിള്ളേര്. വെറുതെ ഞാൻ അവരെ രണ്ടുപേരും തല്ലി. അവള് കൊണ്ട് വലയിടത്തും കൊണ്ടൊക്കെ അതിനുണ്ടാവും. നീ വലയിടത്തും കൊണ്ട് ഇട്ടിട്ടുണ്ടാവും. എന്നിട്ട് ഇവിടെ വെച്ചെന്ന് വെറുതെ ഇരുന്ന് പറയണായിരിക്കും. ഓർമ്മയില്ല, വെള്ളിയാഴ്ച ഇല്ലാന്ന് നടക്കണേ. ഇല്ലമ്മേ, എനിക്ക് വേണ്ട നോട്ട്സാ. ഞാൻ അതുകൊണ്ട് ഈ ഷെൽഫിൽ വെച്ചേച്ചതാ. എന്റെ നോട്ട്ബുക്ക് എവിടെ പോയി ദൈവമേ? ഞാൻ ഇനി നാളെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകാൻ വീണ്ടും നോട്ട്സ് എഴുതേണ്ടി വരുമല്ലായിരുന്നു. ഇത്രയും ബുക്ക് ഇവിടെ ഇരിപ്പുണ്ട്. അതിൽ നിന്റെ ബുക്ക് മാത്രം എങ്ങനെ കാണാതെ? ഇപ്പൊ നീ വല്ലയിടത്തും കൊണ്ട് വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും. വെറുതെ പാവം എന്റെ പിള്ളേരെ ഞാൻ വെറുതെ തല്ലി. സാരല്ലട്ടാ, അമ്മയുടെ മക്കൾ കരയണ്ടേട്ടാ. സാരല്ല അമ്മേ, അറിയാതെ ചീത്ത പറഞ്ഞതാ. അമ്മേനോട് മക്കൾ ക്ഷമിക്കേട്ടാ.
ബുക്ക് എവിടെ പോയി? ഞാനത് ഇവിടെ കൊണ്ട് വെച്ച്. ദൈവം, ഇനി നാളെ ഞാൻ ഒന്നും കൂടി ഇരുന്ന് നോട്ട്സ് ഒക്കെ റെഡിയാക്കണമല്ലോ. കഷ്ടമാണ് ദൈവമേ. ലച്ചി ചേച്ചി ഇത് കണ്ടോ? ഞാൻ വരച്ച പടം കണ്ടോ? എവിടെ? ലച്ചേച്ചി നോക്കട്ടെ. ദേ നോക്ക്, ഞാൻ വരച്ച പടം കണ്ടോ? എങ്ങനെയുണ്ട്? അയ്യോ, ഇതെന്റെ ബുക്കല്ലേ. ഞാനിത് എവിടേക്ക് അന്വേഷിച്ചെന്ന് അറിയോ? ഒരു കള്ളി പെണ്ണേ ഇത്. നീ പടം വരയ്ക്കാൻ എടുത്തോണ്ട് പോയതാണല്ലേ? ഞാൻ വെറുതെ പാവം ലച്ചുവിനെ ശിവനെ ഒക്കെ സംശയിച്ച്. എടി കള്ളി പെണ്ണേ, നിനക്ക് എന്റെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള നോട്ട്ബുക്കിലാണ് എടി പടം വരയ്ക്കാൻ കണ്ടത്. ഞാൻ എന്തോരം ടെൻഷൻ അടിച്ചെന്ന് അറിയോ? അമ്മേ, ശിവ, കേശു, നോട്ട്ബുക്ക് കിട്ടി. നോട്ട്ബുക്ക് കിട്ടിയാ? എവിടെന്ന് കിട്ടി? ദേ അമ്മ, ഈ കള്ളി പെണ്ണാണ് എന്റെ ബുക്ക് എടുത്തോണ്ട് പോയത്. മനുഷ്യൻ വെറുതെ കിടന്ന് ടെൻഷൻ അടിച്ച്. പാറക്കുട്ടി കാരണം ചീത്ത മൊത്തം കേട്ടാ ഞങ്ങളാ. നീ സൂക്ഷിച്ച് വെക്കാത്തതിന് പാവം പിള്ളേർക്കിട്ട് ചീത്തയും കിട്ട് അടിയും കിട്ടി. ഇനിയെങ്കിലും എല്ലായിടത്തും ഒന്ന് സൂക്ഷിച്ചു വെക്ക്. സോറി ശിവ, സോറി ലച്ചു. അത് ചേച്ചി, ഇതിനുള്ള പണി ഞങ്ങൾ പിന്നെ തന്നോളാം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ അടുത്ത വീഡിയോയുമായി ഞങ്ങൾ നാളെ ഇതേ സമയം 5 മണിക്ക് വരുന്നതായിരിക്കും. എല്ലാരും കാത്തിരിക്കണേ. എന്റെ ദൈവം തമ്പുരാനെ, മൂന്നിന്റെ ഉറക്കം നോക്കി. നല്ല ഉറക്കമാണ്. ഇനി എനിക്കും ആവാം മൂന്ന്. മോളെ ശിവ, കേശു, പാറക്കുട്ടി, എണീറ്റേ. അമ്മയുടെ ചക്കട മക്കൾ എണീറ്റേ. എടി ശിവ, കളിക്കാതെ എണീറ്റേ. എനിക്ക് നിങ്ങളെയൊക്കെ റെഡിയാക്കി ഇട്ടിട്ടാണോ എനിക്ക് പണിക്ക് പോവാൻ. അമ്മ നല്ല തണുപ്പല്ലേ അമ്മ. എന്റെ പൊന്നു ശിവ, എന്നെ വെറുതെ പ്രാന്ത് കേട്ടരുത്. നല്ല അടി ഇട്ടിരിക്കുന്നേ. ശരി. എടാ കേശു, കേശു എനിക്കടാ. എടാ കേശു, എന്നെ വിളിക്കണ കേട്ടില്ലേ? എനിക്ക് എന്താണെന്ന് അവളെ വിളിക്ക്. എന്നെ വിളിക്കണ എന്തിനാ? അവളെയല്ല അമ്മ ആദ്യം ഒന്ന് വിളിക്കാറ്. ഇന്നിപ്പോ എന്നെ വിളിക്കണ എന്തിനാ? അവള് പറഞ്ഞ ഇന്നൊരു ദിവസം നിന്നെ വിളിക്കാൻ. എന്നും അവളല്ല ആദ്യം എണീക്കണ. പിന്നെ നീ എണീറ്റ് പോയി കുളിച്ചേ. വേറെ കേശു, എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ട്. നിങ്ങൾ രണ്ടിൽ ആരെങ്കിലും തീരുമാനിച്ച ആരാദ്യം എണീക്കണേന്ന്. അവളെ വിളിക്കമ്മ. ശിവ, എനിക്ക് ശിവ, വേഷം കെട്ടല്ലേ. അമ്മയുടെ സമയം പോണ്. രണ്ടും കൂടി ഇങ്ങനെ പറഞ്ഞോണ്ട് കിടന്നോ. ദേ, സ്കൂളിൽ പോവാതിരിക്കാൻ പറ്റുന്നൊന്നും വിചാരിക്കണ്ട രണ്ടുപേരും. സമയം വൈകി സ്കൂളിൽ പോയി കഴിയുമ്പത്തേനും ടീച്ചറിന്റെ കയ്യിൽ നിന്നുള്ള ചീത്ത നിങ്ങൾ രണ്ടുപേരും മേടിച്ചോട്ടാ. ഞാൻ പോണേ. ഞാൻ എന്റെ പാറക്കുട്ടീനെ വിളിച്ച് എണീപ്പിച്ച് ഞാൻ അവളെ സ്കൂളിലേക്ക് റെഡിയാക്കാൻ പോണേ. നിങ്ങൾ രണ്ടുപേരും അവിടെ കിടന്നോ ഇതും പറഞ്ഞോണ്ട്. പാറു, പാറുവാവേ, എണീക്ക് വാ, നമുക്ക് പ്ലേ സ്കൂളിൽ പോകാൻ റെഡിയാവാട്ടാ. അമ്മയുടെ കുഞ്ഞു പാവ നല്ല കുട്ടിയാട്ടോ. വാ, നമുക്ക് കുളിച്ച് റെഡിയാവാം. അമ്മ, ഞങ്ങളും എണീറ്റു. എങ്കിൽ രണ്ടുപേരും പോയി കുളിച്ചിട്ട് വാ. ഞാൻ ആദ്യം കുളിക്കും. പറ്റൂല, ഞാൻ ആദ്യം കുളിക്കും. ഞാൻ ആദ്യം എണീറ്റേ. പിന്നീട് അത് നമുക്കൊന്ന് കാണാം. ഞാൻ തന്നെ ആദ്യം കുളിക്കും. ഇനി അതിന്റെ പേരുമാറി തല്ലുപിടിക്ക്. ആരെങ്കിലും ഒരാൾ പോയി കുളിച്ചേ, അത് കഴിഞ്ഞ അടുത്ത ആൾ പോയി കുളിച്ചേ. എനിക്കെന്നെ കുറെ റെഡിയാണല്ലോ, അപ്പൊ ആദ്യം ഞാൻ കുളിക്കാം. നിനക്ക് കുറെ റെഡിയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? രണ്ടിനെക്കെട്ട് നല്ല പെട ഞാൻ വെച്ചുതരും. പോരണ്ടെണ്ണോ? അയ്യോ, ഇനി വെച്ചുണ്ടാക്കി തീറ്റിച്ച് ഇതുങ്ങളെയൊക്കെ വിട്ടിട്ട് ഞാൻ ഇനി എപ്പോ പോവാനാണാവോ ഓഫീസില്? ഇവിടെ ഒരുത്തിയുണ്ട്, അവള് എവിടെ പോയി കിടക്കാണാവോ? ലച്ചു, ലച്ചു, എന്താണമ്മ? എടി, നീ അടപ്പത്തിരിക്കണ കറിയൊന്ന് നോക്കാവോ? ഞാനേ ഉള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് വരാം. ശരി അമ്മ, ഞാൻ നോക്കിയേക്കാം. അമ്മ പോയിട്ട് വാ. ഇതിനി എപ്പ ആവാനാ? എന്റെ സമയം പോണേണല്ലോ. എന്ത് ചെയ്യും? എനിക്ക് സ്കൂളിൽ കൊണ്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണ്ടേ? എന്റെ ഫോൺ അടിക്കണുണ്ടെന്ന് തോന്നണ. ഞാൻ പോയി ഫോൺ നോക്കിട്ട് വരാം. ആ ശിവ അവിടെ ചൊറിയുന്നിരിക്കണേക്ക് അവളെ ഏൽപ്പിച്ചിട്ട് പോവാ. ശിവ, എടി ശിവ, എടി അടപ്പത്ത് വെച്ചേക്കണ കറി ഒന്ന് നോക്കാവോ? ഞാൻ ഇപ്പൊ വരാം. എനിക്ക് ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. നല്ല മണം, നല്ല ചിക്കൻ കറി മണം.
ഹായ്, എന്താടി ആ മണം? എന്ത് നല്ല മണാ! നമ്മുടെ ഫുഡിന്റെ മണം അടിച്ചിട്ട് കൊതിയാവുക. എന്തു അടിയോടെ തിന്നാനുള്ള നല്ല അടിപൊളി ചിക്കൻ കറി ഉണ്ടായിക്കൊണ്ടിരിക്കണത്. ഞാനെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? പോടാ, എന്നെ ലച്ചേച്ചി ഏൽപ്പിച്ചിട്ട് പോയാ അവര് തൊടാൻ നിന്നെ സമ്മതിക്കില്ല. ഞാൻ ടേസ്റ്റ് ചെയ്യും, നീ ആരാ അത് പറയാൻ? പിന്നീടാ, അത് നമുക്ക് കാണാം. എന്നെ ഏൽപ്പിച്ചിട്ട് പോയാൽ അറിയാം നീ ടേസ്റ്റ് ചെയ്യണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. നീ ആരടി അത് പറയാൻ? നിന്നെ ഞാനിപ്പോ കാണിച്ചു തരാടി. നേരത്തെ ഞാൻ തരാടാ. അയ്യോ, എന്റെ അമ്മ എന്നെ കൊല്ലാൻ വന്നേ. നിക്കടാ അവിടെ. നിക്കടാ അവിടെ. രാവിലെ തുടങ്ങും രണ്ടിന്റെ ഇടി. എന്റെ രണ്ടും വാങ്ങി കൂട്ടും. എന്തൊരു കരിയണ മണം തന്നെ. അയ്യോ, ഞാൻ വെച്ച ചിക്കൻ കറി. എന്റെ കൃഷ്ണ, ഇവിടെ ഒന്നിനെ ഒന്നും ഏൽപ്പിച്ചിട്ട് പോയിട്ടൊരു കാര്യമില്ലല്ലോ എന്റെ ദൈവമേ. എന്റെ ചിക്കൻ കറി, ദൈവമേ. എടി ലച്ചു, എടി ലച്ചു. എന്താ അമ്മേ? എന്താ വിളിച്ചെന്താ? നിന്നെ ഏൽപ്പിച്ചിട്ട് പോയ ചിക്കൻ കറിന്റെ അവസ്ഥ നീ ഒന്ന് ഇപ്പൊ നോക്കിയേ. എന്താ നിലുമ്മ, എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. നീ വന്ന് നോക്ക്, നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പൊ. എവിടെ നോക്കട്ടെ? അടിച്ചു നിന്റെ ഞാൻ. അയ്യോ നിലുമ്മ തല്ലല്ലേ, ഞാനിതാ ശിവാനിനെ ഏൽപ്പിച്ചിട്ട് പോയതാ. എനിക്ക് ക്ലാസ്സിലേക്ക് പോകാനുള്ള കുറച്ച് സാധനങ്ങൾ എടുത്ത് വെക്കാനാണ്. അവളെ നോക്കിക്കോളാന്ന് പറഞ്ഞത്. അമ്മ അവളെ തല്ലി. ശിവ, എടി ശിവ. നിന്നെ ഞാൻ ഏൽപ്പിച്ചിട്ട് പോയതാണോ ഈ ചിക്കൻ കറി? ഇപ്പൊ അമ്മയുടെ ചീത്ത മൊത്തം അടി എനിക്ക് കിട്ടി, നീ നോക്കാത്തോണ്ട്. ഞാൻ നിന്നെ ഏൽപ്പിച്ചല്ലേ, നീ എന്തിനാ അവനായിട്ട് തല്ലി പിടിച്ച് ശ്രദ്ധിക്കാതിരുന്നത്? ഞാൻ എന്ത് ചെയ്യാൻ ലക്ഷ്യച്ചിട്ട് അമ്മ ചോദിച്ചോക്ക്. അവൻ ഇന്ന് ഞാൻ ഇവിടെ അടുക്കള നിന്നപ്പോഴത്തേനും അവൻ എന്നെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നിട്ട് ഞങ്ങൾ തമ്മില് ഞാൻ എന്നെ തല്ലാൻ ഓടിച്ചെന്നതേ അമ്മ കണ്ടതാ. എല്ലാം കൂടി ഇനി കണകൂടെ പറഞ്ഞോണ്ടിരുന്നോ? അതെ, ഞാൻ ഇനി വേറെ ഒന്നും ഉണ്ടാക്കില്ല. ആ ചിക്കൻ കറിയും കൂട്ടി ഫുഡും കഴിച്ചിട്ട് എല്ലാം സ്കൂളിൽ പോകാൻ നോക്കിക്കോ, കേട്ടാ? ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഈ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് നാളെ വൈകുന്നേരം ഇതേ സമയം 5 മണിക്ക് നമുക്ക് കാണാം കേട്ടോ. ലച്ചു, പാറക്കുട്ടി, ശിവ, എല്ലാരും കൂടെ ഓടി വന്നേ. എടാ മുടിയാ, നീയൊക്കെ എവിടെ പോയി കിടക്കുക? കേശു, എല്ലാരും കൂടെ ഓടി വാ, ഒരു സന്തോഷാർത്ത ഉണ്ട്. നിങ്ങൾ രണ്ടാളും മാത്രം വന്നല്ലോ, ബാക്കിയുള്ളവരെവിടെ? എന്തെങ്കിലും തിന്നാനാണോ? തിന്നാനുള്ള കാര്യമെല്ലാം പറയാനാണോ അമ്മ വിളിച്ചത്? അങ്ങനെയാണെങ്കിൽ അവരോട് ആരും പറയണ്ട, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം തന്നാ മതി. എന്റെ പൊന്നു മോനെ, നിനക്ക് ഈ തീറ്റ 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 എന്നുള്ള വിചാരം മാത്രമുള്ളടാ. അതൊന്നും അല്ല, വേറൊരു കാര്യമുണ്ട്. ആ കാര്യം പറയണമെങ്കിൽ നിങ്ങൾ എല്ലാരും വിളിച്ചിട്ട് തന്നെ, എങ്കിലേ അത് പറയുള്ളൂ. 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേങ്കിളി, പൈങ്കിളി മലർത്തേങ്കിളി. അയ്യോ, അതെന്താ ഒരു ശബ്ദം കേക്കണേ? അയ്യോ, നിങ്ങളായിരുന്നാ? മനുഷ്യനെ പേടിപ്പിച്ച് കളയല്ലോ ദൈവമേ. ഇതുങ്ങളെ വിളി കേട്ട മനുഷ്യൻ പേടിച്ചു പോകും. എന്താണ്? സന്തോഷ വാർത്തേ? എന്ത് സന്തോഷ വാർത്ത? ചേച്ചിനോട് ഞങ്ങൾ ആദ്യം വന്നിട്ട് സന്തോഷ വാർത്ത എന്താന്നല്ലേ പറയുള്ളൂ. ഞങ്ങൾക്ക് അറിയാൻ പാടാത്തോണ്ടല്ലേ അമ്മ പറഞ്ഞ എല്ലാരും കൂട്ടിക്കൊണ്ട് വന്നാലേ പറയുള്ളൂന്ന്. അതെന്താ ഇപ്പൊ സംഭവം? ഞാനൊന്നും വേണമെന്നില്ല, നിങ്ങൾ പോയി എന്താ ചോദിച്ചിട്ട് വാ. ഇതിപ്പോ വല്ലാത്ത ശല്യമായല്ലോ ദൈവമേ. ഞാൻ വരാം. ഇതെന്താ എല്ലാരും കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ 3 മാത്രം വന്നല്ല? അമ്മ എന്താ കാര്യം പറ, ഞങ്ങൾ 3 പേരും വന്നില്ലേ, ഇനിയെങ്കിലും പറ. ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞ, എല്ലാരെയും കൂട്ടിക്കൊണ്ടുവാ, അപ്പൊ ഞാൻ പറയാം എന്നാണ് പറഞ്ഞത്. നിങ്ങൾ പോയി എല്ലാരും കൂട്ടിക്കൊണ്ടുവാ. അമ്മ പാറക്കുട്ടി അപ്പുറത്തെ വീട്ടിൽ കളിക്കാൻ പോയേക്കോ, അവളിനി ഞാൻ അവിടെ ചെന്ന് വിളിച്ചിട്ട് വന്നോ? അത് ചിലപ്പോ വേണ്ടി വരും.
നിങ്ങൾക്ക് കാര്യം അറിയണമെങ്കിൽ പോയി വിളിച്ചോണ്ടാ. ഞാനിവിടെ ഇരിക്കാം, നിങ്ങൾ പോയി വിളിച്ചിട്ട് വാ. ഞങ്ങൾക്ക് മാത്രമല്ലല്ലോ സർപ്രൈസ് വേണ്ടത്, ചേച്ചിക്കും വേണ്ടേ? ചേച്ചിക്കും കേൾക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടെ പോയി വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പോവാം, അല്ലാതെ ഞങ്ങൾ ഒറ്റക്ക് പോവില്ല. ചേടാ, ഇത് വല്ലാത്ത പാടാണല്ലോ. നിങ്ങൾക്കൊന്ന് പോയി വിളിച്ചോണ്ട് വരാൻ പാടേ പാർക്കുട്ടീനെയും മുടിയൻ ചേട്ടനെയും. നിങ്ങൾ പോയി വിളിച്ചിട്ട് വാ. ചേച്ചി അവിടെ ഇരിക്കട്ടെ, ചേച്ചിക്ക് വയ്യാത്തോണ്ടല്ലേ, ചേച്ചി കിടക്കുവല്ലായിരുന്നോ? നിങ്ങൾ പോയി വിളിച്ചിട്ട് വാ. ചേച്ചി വന്നില്ലെങ്കിൽ ഞങ്ങൾ പോവില്ല. എന്ത് കഷ്ടമാണ് നിലുമ്മ. അമ്മയുടെ പുന്നാര മക്കളല്ലേ, പോയി വിളിച്ചിട്ട് വാ. അമ്മ പറയണ കേക്ക്, അല്ലെങ്കിൽ അമ്മ എന്താ സർപ്രൈസ് എന്ന് പറയില്ലട്ടാ. ശരി, ഞങ്ങൾ പോയിട്ട് വരാം. പാവങ്ങള്. നിലുമ്മ, എന്താ നിലുമ്മ സർപ്രൈസ്? എന്റെ അടുത്ത് പറ, ഞാൻ അവരുടെ അടുത്ത് പറയൂല. അങ്ങനെ ഇപ്പേ നിന്നോട് മാത്രം പറയാനില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവരോട് പറഞ്ഞ പോരായിരുന്ന? നിന്നെയൊക്കെ വിളിച്ചോണ്ട് വരാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അവര് വരട്ടേട്ടാ, എന്നിട്ട് എന്താ എല്ലാരോടും കൂടെ ഞാൻ പറയാം. ശരി. ഒന്ന് പൊയ്ക്കേടി, ഇവിടെ മനുഷ്യനിവിടെ നല്ല സിനിമ കണ്ടോണ്ടിരിക്കുമ്പോഴാ സർപ്രൈസ് പോലും. അതിനും മാത്രം ഇത്ര വലിയ സർപ്രൈസ് എന്താ? ഞങ്ങൾക്കും അറിയില്ല, ഞങ്ങളുടെ അടുത്തും പറഞ്ഞിട്ടില്ല. അമ്മ എല്ലാരും വന്നാലേ പറയുള്ളൂ എന്ന് പറഞ്ഞ. എന്തോ സന്തോഷാർത്ത ഉണ്ടെന്നാ പറഞ്ഞേ. ആണോ? വാ, എനിക്ക് പോയി നോക്കിയിട്ട് വരാം എന്താന്ന്. അപ്പുറത്തെ വീട്ടിൽ നിന്ന് പോയി പാറക്കുട്ടീനെ ഒന്ന് വിളിച്ചിട്ട് വരാം. മുടിയൻകാരൻ ഇപ്പൊ പോയിക്കോ, ഞാൻ പാറക്കുട്ടീനെ വിളിച്ചിട്ട് വരാം. ആ ശരി. ശിവേച്ചിയും കേശുവേട്ടനോ? നിങ്ങളെന്താ ഇവിടെ? അതെ, ഞങ്ങൾ നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. എന്തിന്? ഞാനൊന്നും വരൂല, ഞാൻ ഇവിടെ എല്ലാരായിട്ട് കളിക്കുവാ. ചേച്ചി പോ ഇവിടുന്ന്. പാർക്കുട്ടി, ഞങ്ങളുടെ കൂടെ വാ, അമ്മക്കെന്താ സർപ്രൈസ് പറയാനുണ്ടെന്ന്. എന്തോ സന്തോഷ വാർത്തയാണോ പറഞ്ഞത്. വാ, എല്ലാരും കൂട്ടിക്കൊണ്ടുവന്നാലേ പറയുള്ളൂ എന്ന് പറഞ്ഞു. അതെന്ത് സർപ്രൈസാ? നമുക്ക് പുതിയ ടോയ്സ് വല്ലതും വാങ്ങിയിട്ടുണ്ടോ? പിന്നെ ടോയ്സാ ലച്ചേച്ചിക്കും മുടിയൻ ചേട്ടനും എന്തിനാ ടോയ്സ്? പിന്നെന്ത് സർപ്രൈസാ? ഞങ്ങൾക്ക് അറിയില്ല, നീ വാ, നമുക്ക് പോയി നോക്കാം. ശരി എടി, ഞാൻ പോയിട്ട് ഇപ്പൊ തന്നെ വരാട്ടോ. എന്തോ അമ്മക്ക് എന്തോ സർപ്രൈസ് പറയാനുണ്ടെന്ന്. ഞാൻ ഇപ്പൊ തന്നെ വരാവേ. ആടി, നീ പോയിട്ട് വെക്കം വാ, ഞങ്ങള് വെയിറ്റ് ചെയ്യാം. ഞാൻ പോയിട്ട് വരാവേ. ആടി, പോയിട്ട് വാ. അതെ നിലുമ്മ, എല്ലാരും വന്നല്ലോ. അമ്മ ഇനി കാര്യം എന്താന്ന് പറ. കാര്യം നാളെ നമ്മളൊരു സ്ഥലം വരെ പോണു. അതുകൊണ്ട് നാളെ മറ്റന്നാളെയും നിങ്ങൾ സ്കൂളിൽ പോണില്ല, ലീവാണ്. അയ്യേ, ഇതായിരുന്ന കാര്യം. ഇതിനാണ് അമ്മ ഇത്ര വലിയ സർപ്രൈസ് എന്ന് പറഞ്ഞ ഞങ്ങളെയൊക്കെ റൂമിൽ എല്ലാരെയും വിളിച്ചു കൂട്ടിയത്. അതിന് ഞാൻ എവിടെ പോണേന്ന് അറിഞ്ഞില്ലല്ലോ. അതിനുമ്പ് നീ ഇങ്ങനെ കടന്ന് പറയല്ലേ. നീലുമ്മ പറ, നമ്മൾ എവിടെ പോണേ? മറ്റന്നാളെ ചിന്നുമോളുടെ ബർത്ത്ഡേ അല്ലേ, അപ്പൊ അങ്ങോട്ടേക്ക് എല്ലാരും വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അവിടെ പോയി ഒന്ന് അടിച്ച് പൊളിച്ചിട്ടൊക്കെ വരാം. അവിടെ അടുത്ത് തന്നെ ബീച്ചൊക്കെ ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് അവിടെ ബീച്ചിലൊക്കെ പോയി കളിച്ച് അവിടെ നമുക്ക് അടിച്ച് പൊളിച്ച് കറങ്ങി അടിച്ച് വരാം. അവരൊരു സന്തോഷം നോക്കി. ഇന്നെല്ലാരും പോയി നേരത്തെ കിടന്ന് ഉറങ്ങിക്കോ. നാളെ രാവിലെ നേരത്തെ എണീറ്റ് പോണം, കേട്ടല്ല പറഞ്ഞത്? നാളെ നമ്മള് ചിന്നു ചേച്ചിയുടെ വീട്ടിൽ പോണ. സന്തോഷമായി എല്ലാവർക്കും. അപ്പൊ എല്ലാരും നേരത്തെ പോയി കിടന്ന് ഉറങ്ങിക്കോ, കേട്ടാ?
ചിന്നുന്റെ വീട്ടിൽ പോകണമെങ്കിൽ അപ്പൊ എനിക്ക് മിന്നുവിനെ കാണാലോ നാളെ. ഹോ, ആലോചിക്കാൻ കൂടെ വയ്യ. അവളെ എത്ര നാളായി കണ്ടിട്ട്. അവളുടെ ആ മുഖം കാണുമ്പോ തന്നെ എന്റെ പൊന്ന് സാറേ, പിന്നെ ചുറ്റുള്ളൊന്നും കാണൂല. എന്തു മൊഞ്ചാ. പെട്ടെന്നൊന്ന് നാളെ ആയാൽ മതിയായിരുന്നു. ഇനി നാളെ അവൻ എന്തോരം നേരം കാത്തിരിക്കണം. അത് ഓർക്കുമ്പോഴാ. എന്റെ കൽവിലെ വെണ്ണിലാവ് നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ട് ഞാൻ കാത്തു വെച്ചൊരെല്ല മുട്ടിലോറും അത്തറൊന്നു വേണ്ടേ മുടിയൻ ചേട്ടായി എന്ത് സ്വപ്നം കണ്ട് കിടക്കുക? ഹലോ, ഈ ലോകത്തൊന്നില്ലേ? ഹലോ മുടിയൻ ചേട്ടാ, അയ്യോ ഇത് ഏത് ലോകത്താ? മനുഷ്യനെ പേടിപ്പിക്കാനടി, പേടിപ്പിച്ചിട്ടുള്ള ഏത് ലോകത്താണ് പോലും. മനസ്സിലാവുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ മിന്നു ചേച്ചി ഉണ്ടാകുലോ, മിന്നു ചേച്ചിനെ കാണാനല്ലേ, അത് ആലോചിച്ച് കിടക്കണേ ആയിരിക്കുമല്ലേ. എന്ത് മിന്നോ? മിന്നുവിനെ പറ്റി ഞാൻ എന്തിനാ ആലോചിക്കണേ? അതൊക്കെ എനിക്കറിയാം മോനെ മുടിയൻ ചേട്ടാ. നിനക്ക് എന്തറിയാന്നാ നീ പറയണേ? എനിക്കും കൂടെ ഒന്ന് പറഞ്ഞു തന്നേ, നിനക്ക് എന്താ അറിയാവുന്നേന്ന്. ഞാൻ പറയൂലല്ലോ, വേണമെങ്കിൽ കണ്ടുപിടിച്ചെടുത്തോ. ഒന്ന് ഇറങ്ങി പോയിക്കേണ്ടേടി എന്റെ മുറിന്ന്. അവളുടെ മിന്നും ചിന്നും പൊയ്ക്കേടിയെന്ന്. ആ എങ്കിൽ ശരി, നാളെ മുടിയൻ ചേട്ടൻ വരണ്ട, ഞങ്ങള് പൊക്കോളാം. പിന്നെ എന്നെ അതിന് അമ്മയെ വിളിച്ചത്, നീയൊന്നുമല്ലല്ലോ വിളിച്ചത്. അവിടെ ചിന്നുവിന്റെ ബർത്ത്ഡേക്ക് എല്ലാരോടും കൂടെ വരാനാ പറഞ്ഞത്, അല്ലാണ്ട് നിന്നോട് മാത്രം ചെല്ലാനല്ല പറഞ്ഞത്. നടക്കട്ടെ. ഞാൻ പോണു, ഞാൻ സ്വർഗത്തിലേക്ക് കട്ടുറുമ്പാകുന്നില്ല. അവള് ഞാൻ പറഞ്ഞതൊക്കെ കേട്ടു കാണോ? എന്റെ ദൈവമേ, പണി പാളിന്നാ തോന്നണം. ഇനി അവളിത് ആരെടുത്തൊക്കെ ചെന്ന് എഴുന്നള്ളിക്കോ ആവൂ. ആ കേശുവും ശിവയെ അറിഞ്ഞാ പിന്നെ ഒന്നും വേണ്ട, അവളപ്പന്റെ അമ്മേന്റെ ഒക്കെ അടുത്ത് പോയി പറഞ്ഞു കൊടുക്കും. ദൈവമേ, ഇതിപ്പോ ആകെ മൊത്തം നാണക്കേടായല്ലേ എന്റെ ദൈവമേ. അതൊക്കെ പോട്ടെ, നാളെ എന്റെ മീൻകുട്ടീനെ കാണാലോ എനിക്ക്. അത് ഓർക്കുമ്പത്തേന് എക്സൈറ്റ്മെന്റ് കൊണ്ട് ഉറക്കം വന്നില്ലല്ലോ ദൈവമേ. മിന്നുമളെ, നാളെ നിന്റെ ചേട്ടൻ അങ്ങോട്ട് വരൂടി. നാളെ ഒന്ന് പെട്ടെന്ന് ആയാൽ മതിയായിരുന്നു. പെട്ടെന്ന് കിടന്നുറങ്ങാം, അപ്പൊ തന്നെ പെട്ടെന്ന് നാളെ ആവില്ലല്ലോ. അല്ലാതെ എനിക്ക് ഈ എക്സൈറ്റ്മെന്റ് കൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. മാരി മഴയെ കാറ്റടിച്ച് കൊട്ടാതേടി മുത്തം വെച്ച് തട്ടി പോകാതെ. ഐ ലവ് യു മീനുക്കുട്ടി. എന്താ മുടിയൻ ചേട്ടനാണ് ഇഷ്ടമാണോ? എനിക്കും കുറെ നാളായിട്ടത് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറയാനുള്ളൊരു അവസരം എനിക്ക് കിട്ടിയില്ല. എന്താണെന്ന്? മീനുവിന് എന്നെ ഇഷ്ടമാണെന്നോ? അയ്യോ, ഐ ലവ് യു ടു ഉമ്മ. ഇല്ലടാ പറ, നാളെ പോണ എക്സൈറ്റ്മെന്റ് കൊണ്ട് എനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. ആടി എനിക്കും അത് തന്നെ. നാളെ നമ്മൾ അവിടെ പോയിട്ട് ബീച്ചിലൊക്കെ പോണതും ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാം കൂടെ എടുത്തിട്ട് ഭയങ്കര ത്രില്ലിലാണ്. ആഹാ കൊള്ളാലോ, രണ്ടും കൂടി ഇവിടെ ഇങ്ങനെ സംസാരിച്ചിടക്കണേണ. ഇങ്ങനെ സംസാരിച്ചിടക്കാൻ പോയാൽ നാളെ നമ്മ രാവിലെ എണീക്കൂല കേട്ടോ, നമ്മുടെ പോക്ക് നടക്കില്ലേ. അത് പിന്നെ നാളെ പോണ എക്സൈറ്റ്മെന്റ് ഓർത്തിട്ട് നമുക്ക് കിടന്നിട്ട് ഉറക്കം കിട്ടണ്ടേ. അതല്ലേ ചേച്ചി, ഞങ്ങൾ സൂപ്പർ ത്രില്ലിലാ നാളെ അവിടെ പോണത്. അപ്പൊ നാളെ അവിടെ പോയിട്ട് നമുക്ക് ബീച്ചിലൊക്കെ പോവാം. പിറ്റേ ദിവസം ബർത്ത്ഡേ നമുക്ക് ഫുൾ ചില്ലൗട്ടായിരിക്കില്ലേ. എനിക്ക് ഓർത്തിട്ട് നമ്മൾ എത്ര നാളായി എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് അതിന്റെ സൂപ്പർ എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങള്. അതെ, ഞാനൊരു സീക്രറ്റ് പറയട്ടെ, നിങ്ങളെക്കാൾ സൂപ്പർ എക്സൈറ്റ്മെന്റിലാണ് അവിടെ മുടിയൻ ചേട്ടൻ. ഞാൻ പറയണ നിങ്ങൾ ആരോടും പറയരുത്, സീക്രറ്റ് ആയിരിക്കണം. അതെ, മുടിയൻ ചേട്ടനെ നൈസായിട്ട് നമ്മുടെ മിന്നുവിനൊരു നോട്ടമുണ്ട്. മിന്നുവിനെ കാണാൻ പോണേണ്ട എക്സൈറ്റ്മെന്റിലാണ് പാട്ടൊക്കെ പാടി കിടക്കണായിരുന്നു റൂമിൽ ഞാൻ ചെന്നപ്പോ. ഇനി നാളെ നമുക്ക് അവിടെ ചെല്ലുമ്പോ പലതും കാണാം. പരുങ്ങലും തപ്പലും എല്ലാം നമുക്ക് നാളെ അവിടെ ചെല്ലുമ്പോ കാണാം. മുടിയൻ ചേട്ടൻ നമുക്ക് നൈസായിട്ടിട്ട് പട്ടാക്കാം. ഓക്കെ? ആഹാ, നിങ്ങളാരും ഇവിടെ കിടന്ന് ഉറങ്ങിയില്ലേ? ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി എപ്പോ പോവാൻ? അതെ,
നിങ്ങൾ ഉറങ്ങാത്തോണ്ട് ദേ പാർക്കുട്ടി ഉറങ്ങിയിട്ടില്ല കേട്ടാ. ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരുന്നോ. നാളെ ഒറ്റൊന്ന് എണീറ്റില്ലെങ്കിൽ ഞാൻ ഒറ്റക്കങ്ങ് പോകും. പിന്നെ നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ടി വരും. പറഞ്ഞ കേട്ടല്ല. എടി ലച്ചു, നീ അവരെ പിടിച്ചു കിടത്താതെ നീ ഇവിടെ ഇരുന്ന് വർത്തരച്ചോണ്ടിരിക്കണേണാ. അവരോട് കിടന്നുറങ്ങാൻ പറയണ്ടേന് നീ അവരെ കൂടെ ഇരുന്ന് കഥ പറയണ. അത് പിന്നെ അമ്മേ, ഞാനിവര് ഇവിടെ സംസാരിച്ചോണ്ടിരിക്കണപ്പോ അവരോട് ഉറങ്ങാൻ പറയാൻ വേണ്ടി വന്നതായിരുന്നു. എന്നിട്ട് ഉറങ്ങാൻ പറയാൻ വന്ന ആള് ഇവിടെ ഇരുന്നിട്ട് അവരെ കൂടെ ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കണേ അല്ലേ? പോയി കിടന്നുറങ്ങടി. അയ്യോ, നിങ്ങൾ എന്നെ ഒന്ന് നോക്കിക്കണേ. കിടന്നുറങ്ങും മൂന്നെണ്ണോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ കഴിഞ്ഞു. എല്ലാവർക്കും ബൈ. വീഡിയോ കാണുന്നതിന് എല്ലാവരോടും കൂടെ ഒരു കാര്യം പറയാണേ. നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. പണിയൊക്കെ പടപടാന്ന് തീർത്തിട്ട് റെഡിയാവാൻ പെട്ടെന്ന്. നിങ്ങളായിരുന്നോ? വിളി കേട്ടപ്പോ മനുഷ്യൻ പേടിച്ചു പോയല്ലോ മക്കളെ. ഇന്ന് കാക്ക പുറത്ത് മലന്ന് പറക്കണുണ്ടോന്ന് എനിക്കൊരു സംശയം. ഇന്നെന്താ എല്ലാം നേരത്തെ തന്നെത്താനേക്ക് എണീറ്റ് പോന്നേക്കണ്. ഓ എന്റെ പൊന്നെ, ഇങ്ങനെയൊക്കെ എക്സൈറ്റ്മെന്റ് സ്കൂളിൽ പോകുമ്പോഴും കൂടെ ഉണ്ടായിച്ചെങ്കിൽ എനിക്കൊരു ഗുണമായാനെ. രാവിലെ കിടന്ന് നിങ്ങളോട് തല്ലു പിടിക്കണ്ടല്ലോ വിളിച്ചെണീപ്പിക്കാൻ. അമ്പടി കള്ളിപ്പെണ്ണേ, പാറൂസ് നേരത്തെ എണീറ്റാ. എന്റെ പൊന്നോ, ഇങ്ങനെ പിള്ളേര്. ആനിലുമ്മ, ഞാനും നേരത്തെ എണീറ്റു. ഇവരെ എണീറ്റപ്പോ ഞാനും എണീറ്റു. എല്ലാരെക്കാളും നേരത്തെ ഇവിടെ വേറൊരാൾ എണീറ്റിട്ടുണ്ട്. അതാരടിയാള്? അതൊക്കെ ഉണ്ട് നീലുമ്മ. പറയടി ലച്ചു, ആരാത്? ആരാ മക്കളെ? ആരാ ഇന്ന് നേരത്തെ എണീറ്റത്? വേറെ ആരും, നമ്മുടെ മുടിയൻ ചേട്ടൻ. അവൻ ചിലപ്പോ അങ്ങോട്ട് പോവാനുള്ള നിങ്ങളെ പോലെയൊക്കെ തന്നെ എക്സൈറ്റ്മെന്റിൽ നേരത്തെ എണീറ്റതായിരിക്കും. അത് ശരിയാ നീലുമ്മ, അത് തന്നെ. എന്തിനാടി വെറുതെ എന്റെ കൊച്ചിനെ കളിയാക്കണത്? ഞാനൊന്നും കളിയാക്കണില്ലേ, ഞാൻ ഇവിടെ നിന്ന് പോയി തന്നേക്കാം. ഹോ, എന്തൊക്കെ വന്നാലും നീ ടീച്ചറുടെ കാര്യം മാത്രം മറക്കരുത് കേട്ടാ. എന്താ തിന്നാൻ? പുട്ടും പഴോ. ഇല്ലടി, ഇന്ന് പോവാനുള്ള തിരക്കിനിടെ കൂടെ നിനക്ക് ഞാൻ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഉണ്ടാക്കി തരാം പോരെ? എനിക്ക് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഉണ്ടാക്കി തന്നേനെ. ഇന്ന് പോവാനുള്ളത് കൊണ്ടാ പോലും. പുട്ടെങ്കിൽ പുട്ട്. നിലുമ്മ, എനിക്ക് 2 പ്ലേറ്റ് പുട്ട്. നിനക്ക് തീറ്റ ചിന്ത മാത്രമുള്ളാടാ. പിന്നെ എല്ലാരും നിന്നെ പോലെ അസ്ഥിക്കൂടം പോലെ ഇരിക്കണോ? രണ്ടിനും എന്റെ നല്ല മേടിച്ച് കൂട്ടും കേട്ടാ. രണ്ടിനും കൊണ്ടാവൂലേ, ഇവിടെ നിർത്തിയിട്ട് പോവും. വേണ്ട നിലുമ്മ, ഞങ്ങളും വരും. എങ്കിൽ വേഗം പോയി കുളിച്ച് പല്ലേച്ച് വന്ന് ഭക്ഷണം കഴിക്കി. മക്കളാണ് അഞ്ചാമനോമന കുഞ്ചുവാണ്. പഞ്ചാര വിറ്റ് നടന്നു കുഞ്ചു, പഞ്ചാര കുഞ്ചു വന്ന് പേരും വന്നു. എന്താ ചേച്ചി, ഒന്ന് മര്യാദക്ക് കുളിക്കാനും ബാത്റൂമിൽ പോകാൻ പോലും സമ്മതിക്കില്ലേ? എടാ, ഒന്ന് പെട്ടെന്ന് കുളിച്ചിറങ്ങ്. നീ കുളിച്ചിറങ്ങിട്ട് വേണം ഞങ്ങൾക്ക് കുളിക്കാൻ. ഞങ്ങളിത് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അമ്മ പെട്ടെന്ന് റെഡിയാവാൻ പറഞ്ഞു. ശരി. പ്രേമിക്കുമ്പോൾ നീയും ഞാനും. ഹലോ, ഇവിടെയുള്ള എണ്ണങ്ങളൊന്നും റെഡിയായി കഴിഞ്ഞില്ലേ? മനുഷ്യനിവിടെ റെഡി ആയിരിക്കാൻ തുടങ്ങിയിട്ട് 1.5 മണിക്കൂറായി. ഇച്ചിരി നേരം കിടക്കാം. ഇതുങ്ങൾ ഇന്നൊന്നും റെഡിയായി കഴിഞ്ഞ് എനിക്ക് തോന്നാനുള്ള. എടി പാറക്കുട്ടി, എടി കളിപ്പെണ്ണെ, അവിടെ നിക്കടി. അമ്മ റെഡിയാക്കി തരാം മോളാ. വാടി കള്ളി ഇവിടെ. അമ്മയുടെ മോളമ്മ റെഡിയാക്കി തരാം. ശുണ്ടരി കുട്ടിയാക്കി തരാലോ. ഞാൻ ശുണ്ടരി കുട്ടിയല്ലേ അമ്മേ? അമ്മയുടെ പാറുമ്പോൾ പിന്നെ ശുണ്ടരി കുട്ടിയല്ലാതെ. വാ, നമുക്ക് പോവാം. കുഞ്ഞുമാവ റെഡിയായി കഴിഞ്ഞല്ല, നമുക്ക് പോവാം. പോവാനില്ലുമ്മ. എടി, അതിനു മുമ്പ് എന്നെ ഒന്ന് നോക്കിയേ. ഞാൻ എങ്ങനെയുണ്ട്? സെറ്റപ്പ് ആയിട്ടില്ലേ? എന്റെ പൊന്നു ബാലു, നമ്മളിപ്പോ വീട്ടിലേക്കാ പോണ. ഇന്നല്ല പരിപാടി, നാളെയാണ്.
നാളെയാണ് പരിപാടിയെങ്കിലും പോകുമ്പോ നമ്മളൊരു ഗെറ്റപ്പിലൊക്കെ പോണോല്ല. ശരി ശരി. ഗെറ്റപ്പൊക്കെ ആയിട്ടുണ്ട്. വാ വാ. നീ നേരത്തെ റെഡി ആയി കഴിഞ്ഞ? അത്ഭുതമാണല്ലോ. ഓ, ഞാൻ റെഡിയായി കഴിഞ്ഞ അരമണിക്കൂറായി. ഇവിടെ കിടപ്പായി ഞാൻ അവസാനം. അവരൊന്നും റെഡിയായി കഴിഞ്ഞില്ലമ്മ. അറിയില്ലടാ, വിളിച്ചോക്കാം. കേശു, ശിവ, ലച്ചു, നിങ്ങൾ മൂന്നാള് ഇതുവരെ റെഡിയായി കഴിഞ്ഞില്ലേ? ഞാൻ അതുങ്ങളോട് പറഞ്ഞതാ ഇന്ന് നേരത്തെ റെഡിയായിരിക്കണം. എടി ലച്ചു, എടി ശിവ, ദാ വരണമ്മ. എന്നോടൊക്കെ ഞാൻ പറഞ്ഞല്ലേ ഇന്ന് നേരത്തെ റെഡി ആവണമെന്ന്. എന്തെത്ര സമയം വൈകിയത്? അതമ്മ, അതെ ഇവൻ കാണാൻ ഞങ്ങൾ സമയം വൈകിയത്. 1.5 മണിക്കൂറായിരുന്നു ബാത്റൂമിൽ കയറിയിരുന്ന എന്റെ കുളി. പിന്നെ കള്ളം. അമ്മ വേണമെങ്കിൽ ശിവേനോട് ചോദിച്ചു നോക്ക്. നീ അതും പറഞ്ഞ് തല്ലിട്ട് സമയം കളയണ്ട. എടാ, നീ എന്താ അവിടെ കിടക്കണ? എനിക്ക് വാ, നമുക്ക് പോവാം. ഞാനിപ്പോ ഇവിടെ കിടന്നതായ കുറ്റം. ഞാനിവിടെ റെഡിയായി കിടക്കാൻ തുടങ്ങിയിട്ട് 1.5 മണിക്കൂറായി. വാ പോവാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. ലവ് യു.